നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ചവറ അയ്യാറിയിലെ സമരം 10-ന് തൊഴിലാളി പ്രതിനിധികളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തും. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് CITU കൊല്ലം ജില്ലാ സെക്രട്ടറി T. മനോഹരൻ. KPCC അധ്യക്ഷ പദവിയിലേക്ക് പേരുകൾ നിർദ്ദേശിച്ച് കത്തോലിക്ക സഭ. ആന്റോ ആന്റണി MP, സണ്ണി ജോസഫ് MLA എന്നിവർക്ക് മുൻഗണന. സഭാ താൽപര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ബാങ്ക് കൺസോർഷ്യത്തിൽ അനിശ്ചിതത്വം. സംസ്ഥാനത്ത് നെല്ല് സംഭരണം നിലയ്ക്കുന്നു. കേരള ബാങ്കിനെ ബാങ്ക് കൺസോർഷ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ തീരുമാനമായില്ല. നരേന്ദ്രമോദിയുടേത് ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണമാണെന്ന് CPI നേതാവ് C. ദിവാകരൻ. ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണമാണ് BJPയുടേത്. രാജ്യം ആപത്കരമായ ദശാസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും C. ദിവാകരൻ. വിശദമായ വാർത്തകളിലേക്ക്. ചവറ അയ്യാറയിൽ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഈ മാസം 10-ന് മാനേജ്മെന്റുമായി ചർച്ച നടത്തും. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് CITU കൊല്ലം ജില്ലാ സെക്രട്ടറി T. മനോഹരൻ പറഞ്ഞു. സിവിൽ പെർമനന്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ആശ്രിത നിയമനം ഉൾപ്പെടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് CITU പ്രധാനമായും സമരരംഗത്തുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE കമ്പനിയിൽ CITUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തെ തുടർന്നാണ് ഈ മാസം 10-ന് മാനേജ്മെന്റ് തൊഴിലാളി പ്രതിനിധികളെ ചർച്ചയ്ക്കായി വിളിച്ചത്. ആശ്രിത നിയമനം നടപ്പാക്കുക, നിയമനങ്ങളിൽ മൈനിങ് ഏരിയ നിവാസികൾക്ക് മുൻഗണന നൽകുക, സ്ഥിരം ജീവനക്കാർക്കുള്ളതുപോലെ മെഡിക്കൽ ആനുകൂല്യം ഫോറൻ ജീവനക്കാർക്ക് നൽകുക, മാനേജ്മെന്റിന്റെ അഴിമതി അവസാനിപ്പിക്കുക, കമ്പനിയുടെ ഖനന ആവശ്യത്തിനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി ഖനനത്തിനു ശേഷം എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകുക, ഫോറം ജീവനക്കാർക്ക് റിട്ടയർമെന്റ് മെഡിക്കൽ സൗകര്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് IREയിൽ CITUവിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം നടക്കുന്നത്. 10-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് CITU ജില്ലാ സെക്രട്ടറി T. മനോഹരൻ പറഞ്ഞു. IREL കമ്പനി നിലവിൽ 100% പ്രവർത്തനക്ഷമമാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 10 ലക്ഷം ടൺ കരിമണലാണ് ഇവിടെ എത്തിച്ചത്. തോട്ടപ്പള്ളിയിൽ നിന്നുള്ള കരിമണലാണ് ഇവിടെ എത്തിച്ചതെന്നും ഇത് റെക്കോർഡാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. IREയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കരിമണൽ വന്ന മാസമാണ്. 10 ലക്ഷം ടൺ കരിമണലാണ് കമ്പനിയിൽ ഏപ്രിൽ മാസത്തിൽ വന്നത്. ഇത് അടുത്ത വർഷങ്ങളിലെ റെക്കോർഡാണ്. അത് പ്രധാനമായും തോട്ടപ്പള്ളിയിൽ നിന്ന് വന്ന മണ്ണാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലേക്ക് കമ്പനി 100% പ്രവർത്തനക്ഷമമായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് KMLനെ പോലെ തൊഴിലാളികൾക്ക് ന്യായമായ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാത്ത സ്ഥിതിയാണ് IRE നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് IREയിൽ CITU തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 6 ദിവസക്കാലമായി സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ IREയിലെ പെർമനന്റ് ജീവനക്കാരുണ്ട്, കരാർ ജീവനക്കാരുണ്ട്, സിവിലുണ്ട്, ബാങ്കിങ് ഉണ്ട്, ലോഡിംഗ് അൺലോഡിംഗ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് IREയിലുള്ളത്. ഇവർ ബഹുഭൂരിപക്ഷവും സ്ഥിര നിയമനം കൊടുക്കാത്തവരാണ്. അവരുടെ അവകാശങ്ങളാണ് പ്രധാനമായും ഹനിക്കപ്പെടുന്നത്. ബാങ്കിങ്ങിലും സിവിലിലും ലോഡിംഗ് അൺലോഡിങ്ങിലും ഒക്കെ 100 കണക്കിന് തൊഴിലാളികളാണ് അവിടെ തൊഴിലെടുക്കുന്നത്. അതിൽ സിവിലും പെർമനന്റും ഉൾപ്പെടെയുള്ള മുഴുവൻ തൊഴിലാളി വിഭാഗങ്ങളിലും കമ്പനിയിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മരണമടയുമ്പോൾ അവരുടെ ആശ്രിതർക്ക് നിയമനം ഉറപ്പാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിയാണ് ആശ്രിത നിയമനം നടപ്പാക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചവറ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കുമെന്ന് എയർ ഇന്ത്യ. ഹാൻഡ്ലിംഗ് ചാർജ് എന്ന പേരിലാണ് രക്ഷിതാക്കൾ ഒപ്പമില്ലാത്ത 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിനൊപ്പം അധിക ചാർജ് ഈടാക്കുക. പ്രവാസി കുടുംബങ്ങൾക്ക് ഇത് അധിക ബാധ്യതയാവും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കുമെന്ന് എയർ ഇന്ത്യ. ഹാൻഡ്ലിംഗ് ചാർജ് എന്ന പേരിലാണ് രക്ഷിതാക്കളൊപ്പമില്ലാത്ത 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിനൊപ്പം അധിക ചാർജ് ഈടാക്കുക. പ്രവാസി കുടുംബങ്ങൾക്ക് ഇത് അധിക ബാധ്യതയാകും. മുൻപ് ടിക്കറ്റ് നിരക്ക് മാത്രം നൽകിയാൽ മതിയായിരുന്നു.
GCC, തെക്ക് കിഴക്കൻ ഏഷ്യ, സാർക്ക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ 8,500 രൂപയാണ് കുട്ടികൾക്കുള്ള അധിക തുക. ബ്രിട്ടൻ, യൂറോപ്പ്, ഇസ്രയേൽ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് 10,000 രൂപ അധികം നൽകണം. US, കാനഡ എന്നീ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് 13,000 രൂപയാണ് നൽകേണ്ടത്. കുട്ടികളുടെ സുരക്ഷയും യാത്രാസുഖവും ഉറപ്പുവരുത്താനാണ് ഈ തീരുമാനമെന്ന് എയർ ഇന്ത്യ വിശദീകരിച്ചു. ഇന്ത്യയിലെ യാത്രയ്ക്ക് കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിന് പുറമെ 5,000 രൂപ കൂടി നൽകണം. നേരത്തെ UAE സെക്ടർ യാത്രകൾക്ക് മാത്രമായിരുന്നു കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കിയിരുന്നത്. 184 ദിർഹമാണ് ഈടാക്കിയിരുന്നത്. UAEയിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അധികൃതർ ഈടാക്കിയിരുന്ന തുകയായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. കൊല്ലം ജില്ലാ കയർ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ഇടപ്പള്ളിക്കോട്ടയിൽ നടത്തി. കയർ സെന്റർ CITU സെക്രട്ടറി KK ഗണേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ കയർ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ജില്ലാ സമ്മേളനമാണ് ഇടപ്പള്ളിക്കോട്ടയിൽ നടത്തിയത്. വലിയ BEd കോളേജിലെ ആനത്തലവട്ടം ആനന്ദൻ നഗറിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. കയർ വർക്കേഴ്സ് സെന്റർ CITU സംസ്ഥാന സെക്രട്ടറി KK ഗണേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓരോ സംഘത്തിന്റെയും പ്രവർത്തന കഴിവിനെ പഠിച്ചുകൊണ്ട് 1,00,000 മുതൽ ആദ്യകാലത്ത് 4 ലക്ഷം വരെ, പിന്നീട് ഈ അടുത്ത കാലത്ത് 2.5-3 ലക്ഷം വരെ, കഴിഞ്ഞ വർഷം കൊടുത്തു, അതിന്റെ മുമ്പത്തെ വർഷം കൊടുത്തു പ്രവർത്തന മൂലധനം. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച സമയത്ത് ഒരുപക്ഷെ ഇച്ചിരി താമസിച്ചായിരിക്കാം കൊടുത്തിട്ടുള്ളത്, എങ്കിലും കയർ വ്യവസായം ഈ കഴിഞ്ഞ വർഷം വരെയുള്ള നമ്മുടെ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഇൻസെന്റീവ് 10% കയർ സംഘങ്ങൾക്ക് വിൽക്കുന്ന കയറിന്റെ എത്ര രൂപയ്ക്ക് വിറ്റോ അതിന്റെ 10% സർക്കാർ ഇൻസെന്റീവ് സബ്സിഡി ഇപ്പൊ കൊടുക്കുന്നു. ചകിരി വാങ്ങിച്ച് നൽകുന്നതിന് ഓരോ കയർ സംഘങ്ങൾക്കും കയർ ഫെഡ് വഴി ഇപ്പൊ ചകിരിയുടെ വിലയെല്ലാം ഇപ്പൊ വർദ്ധിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പല പ്രയാസങ്ങളുമുണ്ട്. എല്ലാ കയർ ഫെഡിന്റെ യോഗ തീരുമാനങ്ങളിലും ചകിരിക്ക് ടെൻഡർ വിളിച്ച് കഴിയുന്നത്ര കുറഞ്ഞ വിലയ്ക്ക് ചകിരി ആവശ്യപ്പെടുന്ന സംഘങ്ങൾക്ക് കൊടുക്കുന്നതിനുള്ള തീരുമാനം സർക്കാർ കൊടുത്തു. പക്ഷെ അത് എല്ലാവർക്കും വിജയിച്ചിട്ടില്ല. കുറെ പ്രശ്നങ്ങൾ അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. മുതിർന്ന നേതാക്കളായ S. ശശിവർണൻ, കൃഷ്ണൻകുട്ടിപ്പിള്ള എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KP കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി D. സുരേഷ് കുമാർ റിപ്പോർട്ടും ട്രഷറർ B. രവികുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ R. രവീന്ദ്രൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം S. സുദേവൻ, CITU കൊല്ലം ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ, CITU കൊല്ലം ജില്ലാ പ്രസിഡന്റ് B. തുളസീധരക്കുറുപ്പ്, മത്സ്യഫെഡ് ചെയർമാൻ T. മനോഹരൻ, കയർ സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് N. സായികുമാർ, കയർ സെന്റർ വൈസ് പ്രസിഡന്റ് SL സജികുമാർ, കയർ സെന്റർ ട്രഷറർ K. കരുണാകരൻ, സംഘാടക സമിതി കൺവീനർ KV. ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. നരേന്ദ്രമോദിയുടേത് ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണമാണെന്ന് CPI നേതാവ് C. ദിവാകരൻ. ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണമാണ് BJPയുടേതെന്നും ഇതിനെതിരായ പോരാട്ടങ്ങൾ വളർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ആപത്കരമായ ദശാസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPI തേവലക്കര സൗത്ത് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പൊതുസമ്മേളനം നടത്തിയത്. ഇതോടനുബന്ധിച്ച് പ്രകടനവും നടന്നു. മുൻമന്ത്രി C. ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദിയുടേത് ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണമാണെന്നും ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണമാണ് BJPയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരായ പോരാട്ടങ്ങൾ വളർന്നു വരണമെന്നും രാജ്യം ആപത്കരമായ ദശാസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും C. ദിവാകരൻ ചൂണ്ടിക്കാട്ടി. സ്വീകരിക്കാതിരിക്കാൻ തരമില്ല. അത്ര ഉജ്ജ്വലമാണ് നമ്മുടെ പൂർവികന്മാർ നടത്തിയ ധീരോദാത്തമായ ഐതിഹാസപരമായ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ. കൊടിപിടിക്കലും ജാഥയും മാത്രമായിരുന്നില്ല, രക്തം ചിന്തിയും കൊടിയെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും സഹപ്രവർത്തകരെ നിലനിർത്താൻ, അനീതിക്കെതിരായി വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാത്ത സമരം ചെയ്യാനും ഒക്കെയുള്ള ധന്യമായ പാരമ്പര്യത്തിന്റെ നേരവകാശികളാണ് നമ്മളെല്ലാവരും. 100 സംവത്സരങ്ങളുടെ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജനങ്ങളുടെ മുമ്പിൽ തുറന്നിടുന്നത്. സംഘാടക സമിതി ചെയർമാൻ S. സോമൻ അധ്യക്ഷത വഹിച്ചു. CPI തേവലക്കര സൗത്ത് ലോക്കൽ സെക്രട്ടറി P. ശിവൻ സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം I. ഷിഹാബ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം T. A. തങ്ങൾ, തേവലക്കര സൗത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശിവദാസൻ പിള്ള, ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഏഷ്യൻ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ MJ ജയകുമാർ പങ്കെടുക്കും. ചവറ പന്മന സ്വദേശിയായ ജയകുമാർ
പാൻ ഇന്ത്യ നാഷണൽ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയിരുന്നു. സെപ്റ്റംബറിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന പാൻ ഇന്ത്യ ഏഷ്യൻ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ MJ ജയകുമാർ പങ്കെടുക്കും. ചവറ പന്മന സ്വദേശിയാണ് ജയകുമാർ. എറണാകുളത്ത് വെച്ച് നടന്ന പാൻ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ 81 കിലോ മാസ്റ്റേഴ്സ് വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടി വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരുന്നു. മുൻ മിസ്റ്റർ ഇന്ത്യയുമാണ് ഇദ്ദേഹം. പന്മന ചലഞ്ച് ജിംനേഷ്യത്തിലെ കായിക താരവും ചവറ KMML എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരനുമാണ് ജയകുമാർ. ന്യൂസ് ബ്യൂറോ, ചവറ. KPCC അധ്യക്ഷ പദവിയിലേക്ക് പേരുകൾ നിർദ്ദേശിച്ച് കത്തോലിക്ക സഭാ നേതൃത്വം. പത്തനംതിട്ടയിൽ നിന്നുള്ള MP ആന്റോ ആന്റണി, പേരാവൂർ MLA സണ്ണി ജോസഫ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. സഭാ താൽപര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസിൽ നിന്നുള്ള മറ്റു മുതിർന്ന നേതാക്കൾ എന്നിവരെ കണ്ടാണ് ബിഷപ്പുമാർ നിലപാട് അറിയിച്ചത്. KPCC വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കന്റെ പേര് ഉയർന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. ക്രൈസ്തവ സഭാ വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഉയരുന്നതിനിടെയാണ് സഭാ നേതൃത്വവുമായി ആശയവിനിമയം നടന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി അടക്കമുള്ളവരാണ് KC വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിച്ചത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകളിൽ സുധാകരന്റെ താൽപര്യം കൂടി പരിഗണിച്ചേക്കും. ആന്റോ ആന്റണിക്കാണ് പ്രഥമ പരിഗണനയെന്നാണ് വിവരം. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്. ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പുകൾ നയിക്കാൻ പുതു നേതൃനിരയെ രംഗത്തിറക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഉടൻ കടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സംസ്ഥാനത്ത് നെല്ല് സംഭരണം നിലയ്ക്കുന്നു. കർഷകർക്ക് പണം നൽകേണ്ട ബാങ്ക് കൺസോർഷ്യത്തിൽ അനിശ്ചിതത്വമുണ്ടായതാണ് നെല്ല് സംഭരണം വഴിമുട്ടാൻ കാരണമായത്. കേരള ബാങ്കിനെ ബാങ്ക് കൺസോർഷ്യത്തിൽ ഉൾപ്പെടുത്താൻ മന്ത്രിതല ഉപസമിതി ചർച്ച നടത്തിയെങ്കിലും കുടിശ്ശികയും കൂടിയ പലിശയും ചോദിച്ചതോടെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. കൺസോർഷ്യത്തിലുള്ള SBI മാത്രമേ ഇപ്പോൾ കർഷകരിൽ നിന്ന് നെല്ല് കൈപ്പറ്റ് രസീത് സ്വീകരിക്കുന്നുള്ളൂ. അവരുടെ കാലാവധിയും ഉടൻ തീരും. PRS സ്വീകരിച്ച് സർക്കാരിന് വേണ്ടി ബാങ്കുകൾ കർഷകർക്ക് നേരിട്ട് പണം നൽകുന്ന വായ്പാ രീതി നടപ്പാക്കാനാണ് ബാങ്ക് കൺസോർഷ്യം രൂപീകരിച്ചത്. ഈ തുക സർക്കാർ പിന്നീട് ബാങ്കുകൾക്ക് നൽകും. SBIക്ക് പുറമെ കാനറ, ഫെഡറൽ ബാങ്കുകൾ ഉൾപ്പെട്ടതാണ് കൺസോർഷ്യം. ഫെഡറൽ ബാങ്കിന്റെ കാലാവധി നേരത്തെ തീർന്നു. മാർച്ചിന് ശേഷം കാനറ ബാങ്ക് കർഷകരിൽ നിന്ന് PRS സ്വീകരിക്കുന്നില്ല. ഈ വായ്പ തുടരാൻ ഇപ്പോഴുള്ള 9.1% പലിശ 9.6% കാനറ ബാങ്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിൽ തീരുമാനമായിട്ടില്ല. സർക്കാർ റിസർവ് ബാങ്കിൽ നിന്നെടുത്ത വായ്പയ്ക്ക് പോലും 6.6% പലിശയാണെന്നിരിക്കെ സംസ്ഥാനത്തിന്റെ സ്വന്തം ബാങ്ക് അമിത നിരക്ക് ചോദിച്ചതിലെ നീരസത്തിലാണ് ധനവകുപ്പ്. 2022-23 വർഷം കർഷകർക്ക് പണം നൽകുന്നതിന് കേരള ബാങ്കിനുള്ള കുടിശ്ശിക അടയ്ക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതടച്ചില്ലെങ്കിൽ പുതിയ വായ്പ നൽകാനാകുമെന്ന നിർബന്ധം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് GR അനിൽ, K കൃഷ്ണൻകുട്ടി, VN വാസവൻ, P പ്രസാദ് എന്നിവർ ഉൾപ്പെട്ട മന്ത്രിതല സമിതി. കാനറ ബാങ്കിനോടും കേരള ബാങ്കിനോടും വ്യവസ്ഥയിൽ പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കാര്യാലയം ഉദ്ഘാടനം ചെയ്തു. KC വേണുഗോപാൽ MPയാണ് നവീകരിച്ച കാര്യാലയം ഉദ്ഘാടനം ചെയ്തത്. നവീകരിച്ച തൊടിയൂർ പഞ്ചായത്ത് കാര്യാലയം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നേരത്തെ പറഞ്ഞ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഒരുപാട് കാര്യങ്ങളിൽ MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും കൂടി കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരുപാട് ജനകിട്ടുകൾ നമുക്കറിയുണ്ട്. പക്ഷേ ജനങ്ങൾ അർഹിക്കുന്ന, നാട്ടിലെ ജനങ്ങൾ അർഹിക്കുന്ന വികസനം അവർക്ക് എത്തിക്കാൻ ഇതൊന്നും തടസ്സമാകാൻ പാടില്ല എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നിർബന്ധവുമാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ പറയാൻ നമ്മുടെ സഹോദരിമാർ, ഇപ്പോൾ ഹരിതകർമ്മസേനയായ കുടുംബശ്രീ സഹോദരിമാരായ അവരുടെ പ്രവർത്തനം നാടിന്റെ നാനാവിധമായ പുരോഗതിക്ക് ഓരോ സാധാരണക്കാരുടെയും ജീവിതത്തിന്റെ ആശ്വാസങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒന്നാണ് വിഷയം. അവരെ കൂടുതൽ ക്രോഡീകരിച്ചു കൊണ്ടുപോകാൻ അവസരം. തൊഴിലുറപ്പ് തൊഴിലാളികളെ പറയേണ്ട കാര്യമില്ല. ഇന്നും സഹോദരിമാരോട് പരാതി പറയുകയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കലകളുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു.
5-6 മാസമായിട്ട് വേദന കിട്ടി. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചതിന് ഏറ്റവും ശക്തമായിട്ട് ഗവൺമെന്റിന്റെ മുന്നിൽ, മന്ത്രിയുടെ മുന്നിൽ കണക്ക് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ജോലി ചെയ്യുന്ന ഈ സഹോദരിമാരുടെ വേദന ഇനി ഒരിക്കലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് നിർബന്ധപൂർവ്വമായി ശ്രമിച്ചു. എനിക്ക് മനസ്സിലാക്കാത്ത കാര്യം. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട് ഓഫീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപനും കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരിയും ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ, വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനിലസ് കല്ലേലി ഭാഗം, പഞ്ചായത്ത് അംഗങ്ങളായ K ശ്രീകല, T രാജീവ്, ഷാനിമോൾ പുത്തൻവീട്ടിൽ, ഷബ്ന ജവാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സമൂഹത്തിന്റെ സമഗ്രമായ മാറ്റമാണ് വിപ്ലവം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ ഉഴുതുമറിച്ചിട്ട കേരളത്തിലാണ് പല വിപ്ലവങ്ങളും ഉരുത്തിരിഞ്ഞു വന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മാവേലിക്കര കൊയ്പ്പള്ളിക്കാരായ്മയിൽ MP കൃഷ്ണപിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. MP കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കാർഷിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച MP കൃഷ്ണപിള്ളയുടെയും ഭാര്യ പാറക്കുട്ടിയമ്മയുടെയും അനുസ്മരണമാണ് കളീക്കൽ വടക്കത്തിൽ MP വിഹാറിൽ സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്നത്താചാര്യൻ തന്റെ വീട്ടിലേക്ക് തന്റെ കുടുംബത്തിൽപ്പെട്ടവരെയല്ല വേറെ ജാതിക്കാരെ വിളിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് അമ്മയോട് പറയുമായിരുന്നു അത്രേ, എന്നെ പോലെ തന്നെയാണ് അവരെയും കാണേണ്ടത് എന്ന് പറഞ്ഞ് അമ്മയോട് നേർവഴി, ഇതാണ് അമ്മേ നേർവഴി എന്ന് പറയുന്ന ആ മന്നത്താചാര്യന്റെ നാടാണ്. ഇവരെല്ലാം തന്നെ പ്രവർത്തിച്ച് ഉഴുതുമറിച്ച കേരളത്തിൽ MP കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ചെയർമാൻ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രൊഫസർ K ശിവശങ്കരപിള്ള സ്വാഗതം പറഞ്ഞു. മുൻ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരപിള്ള, റിട്ടയർഡ് ഗ്രാമവികസന ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ N ശ്രീധരക്കുറുപ്പ്, ചെട്ടികുളങ്ങര മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ഭാസ്കരപിള്ള എന്നിവരെ ശോഭാ സുരേന്ദ്രൻ ആദരിച്ചു. ജയചന്ദ്രൻ ചേതന പ്രശസ്തി പത്രം അവതരിപ്പിച്ചു. MP കൃഷ്ണപിള്ള ആൻഡ് K പാറക്കുട്ടി സേവാശ്രീ പുരസ്കാരം ചെട്ടികുളങ്ങര സേവാഭാരതിക്ക് നൽകി. പ്രസിഡന്റ് സുനിത വേണു ചാരിറ്റി ഫണ്ടും പുരസ്കാരവും ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. കേരളത്തിൽ നിന്നുള്ള ചക്ക സംസ്ഥാനം വിടുന്നു. പ്രധാനമായും തമിഴ്നാട്ടിലേക്കാണ് കേരളത്തിൽ നിന്നും ചക്കകൾ കൊണ്ടുപോകുന്നത്. ഇവിടെ 1 കിലോ ചക്ക 30 രൂപയ്ക്ക് വാങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ 1 ചുളയ്ക്ക് 15 രൂപ നൽകണം. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പുനലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ചക്ക തമിഴ്നാട്ടിലേക്ക് കൂടുതലായും പോകുന്നത്. വേനൽക്കാലത്താണ് ചക്ക സംസ്ഥാനത്ത് സമൃദ്ധമായി വളരുന്നത്. പഴങ്ങളുടെ സമൃദ്ധിയും താങ്ങാനാവുന്ന വിലയും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ചക്ക വ്യാപാരികളുടെ പ്രിയപ്പെട്ട ഇടമായി കൊല്ലം ജില്ല മാറി. പുനലൂർ പോലുള്ള പ്രദേശങ്ങളിലാണ് ചക്ക ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ചക്കയ്ക്ക് ഉയർന്ന ഡിമാൻഡാണുള്ളത്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ കിലോയ്ക്ക് ഏകദേശം 30 രൂപയ്ക്കാണ് വ്യാപാരികൾ ഇവിടെ നിന്നും ചക്ക വാങ്ങുന്നത്. തമിഴ്നാട്ടിൽ 1 ചുളയ്ക്ക് 10 മുതൽ 15 രൂപയ്ക്ക് വരെയാണ് വിൽപ്പന നടത്തുന്നത്. നിരവധി ഭക്ഷ്യ സംസ്കരണ കമ്പനികളും ഇവിടെ നിന്ന് ചക്ക സംഭരിക്കാൻ എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഇവ കേരളത്തിലേക്ക് മടങ്ങുകയും കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി, തൂത്തുക്കുടി, അംബാസമുദ്രം, രാജപാളയം എന്നിവിടങ്ങളിലെ വിപണികളിലേക്കാണ് ഇവിടെ നിന്നും ചക്ക പ്രധാനമായും കൊണ്ടുപോകുന്നത്. ദീർഘകാലം ചക്ക സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്തതിനാലാണ് ചക്ക കുറഞ്ഞ വിലയിൽ വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകുന്നത്. പ്രത്യേക സംഭരണ സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കണമെന്നത് കർഷകരുടെ വളരെ കാലമായുള്ള ആവശ്യമാണ്. തമിഴ്നാട് വ്യാപാരികൾക്ക് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് പഴങ്ങൾ വാങ്ങാൻ കഴിയുന്നത് സംഭരണ സൗകര്യങ്ങളുടെ അഭാവം മൂലമാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ചിപ്സ്, ക്രീമുകൾ, പൊടികൾ തുടങ്ങിയ നിരവധി മൂല്യവർദ്ധിത ചക്ക ഉൽപ്പന്നങ്ങൾ കൃഷിവകുപ്പ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിപണിയിൽ അവയ്ക്ക് സ്വീകാര്യത ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. ബഹുരാഷ്ട്ര കമ്പനികൾക്കെതിരെ മത്സരിക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSP നേതാവായിരുന്ന SA സലാം അനുസ്മരണം ചവറയിൽ നടത്തി. സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. അദാനിയും കമ്മ്യൂണിസ്റ്റ് സർക്കാരും പാർട്ട്ണർമാരാണെന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ വർഗവഞ്ചനയാണെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. ഗൗതം അദാനിയും LDF സർക്കാരും പാർട്ണർഷിപ്പിലാണ് പ്രവർത്തിക്കുന്നതെന്ന
മന്ത്രിസഭയിലെ ഒരംഗം തന്നെ വെളിപ്പെടുത്തിയത് കേരളത്തിലെ ജനങ്ങളോട് കാട്ടിയ കൊടിയ വഞ്ചനയാണെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും RSP നേതാവുമായിരുന്ന SA സലാം അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി പരസ്യമായി പറയുകയാണ്, ആഗോള എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന അഡാണി ഞങ്ങളുടെ പങ്കാളിയാണ്. അഡാണിയുടെ പ്രോജക്റ്റ് ആയിക്കോട്ടെ, അഡാണി ഇതിന്റെ പങ്കാളിയാണെന്നും അതിൽ അന്നേരം തന്നെ നരേന്ദ്രമോദി കയറി പിടിച്ച് തയ്യാറാക്കി കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് മാറി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നു, ഇതാണ് മാറുന്ന ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു അഡാണി ഞങ്ങളുടെ പാർട്ണറാണെന്ന് പറയുന്നതാണ് ഈ മാറുന്ന ഇന്ത്യ എന്ന് തെരുവിളക്കുന്നു. എന്തൊരു അധപതനമാണെന്ന്. രാഷ്ട്രീയത്തിൽ ചില ഡെക്കോറങ്ങളുണ്ട്, മര്യാദകളുണ്ട്, അല്ലേ? അതില്ലാതാകുമ്പോഴാണ് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിനോട് വെറുപ്പ് തോന്നുന്നത്. ഇന്നലെ കേരളത്തിന്റെ അഭിമാന സംഭവമായി മാറുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം വളരെ ബോധപൂർവമായി ഉമ്മൻചാണ്ടി അടക്കം തമസ്കരിക്കാനുള്ള ശ്രമമല്ലേ പിണറായി വിജയൻ നടത്തി. RSP ചവറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ജസ്റ്റിൻ ജോൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ, കോക്കാട് റഹീം, വാരിയിൽ അസീസ്, ജയചന്ദ്രൻ, MP ശ്രീകുമാർ, ഗിരീഷ് മേച്ചേജത്ത, I ജയലക്ഷ്മി, മുംതാസ്, സോഫിയ സലാം, D സുനിൽകുമാർ, S ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറ IREയിലെ സമരം 10-ന് തൊഴിലാളി പ്രതിനിധികളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തും. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് CITU കൊല്ലം ജില്ലാ സെക്രട്ടറി T മനോഹരൻ. KPCC അധ്യക്ഷ പദവിയിലേക്ക് പേരുകൾ നിർദ്ദേശിച്ച് കത്തോലിക്ക സഭ. ആന്റോ ആന്റണി MP, സണ്ണി ജോസഫ് MLA എന്നിവർക്ക് മുൻഗണന. സഭാ താൽപര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ബാങ്ക് കൺസോർഷ്യത്തിൽ അനിശ്ചിതത്വം. സംസ്ഥാനത്ത് നെല്ല് സംഭരണം നിലയ്ക്കുന്നു. കേരള ബാങ്കിനെ ബാങ്ക് കൺസോർഷ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ തീരുമാനമായില്ല. നരേന്ദ്രമോദിയുടേത് ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണമാണെന്ന് CPI നേതാവ് C ദിവാകരൻ. ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണമാണ് BJPയുടേത്. രാജ്യം ആപത്കരമായ ദശാസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും C ദിവാകരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.